ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മഴയൊക്കെയാണ് എല്ലാ ദിവസവും അല്ലേ? അപ്പോൾ ഇത് 2 ദിവസം മുന്നേയുള്ള വീഡിയോ ആണ്. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസം റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ വന്നത്. ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ മക്കൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിക്കോളും. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ ഞാനും മോനും കൂടെയാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം. വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. കൂടെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ ഇട്ടേക്കണം. അപ്പോൾ ശരി, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ അതേ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിലോട്ടുള്ള റൂട്ടാണ് കേട്ടോ, അമ്പലത്തിലേക്കുള്ള റോഡാണിത്. ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് വഴിപാടൊക്കെ കഴിപ്പിച്ച് തൊഴുത് ഒക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അമ്പലക്കുളം, ഇതാണ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാടൻ പച്ചക്കറിയൊക്കെ വാങ്ങണമായിരുന്നേ. അപ്പോൾ മോൻ ദേ വാങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയാണ്. അപ്പോൾ ഞാൻ വേറെ ദിവസം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചാണ്. അപ്പോൾ ഞാൻ ഓർത്തു വേറെ ദിവസം പോകാം. അപ്പോൾ മോൻ പോയിട്ട് വാങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ട്. നാടൻ പച്ചക്കറിയാണ്. പീച്ചിങ്ങയുണ്ട്, അച്ചിങ്ങ, ചീര, പച്ചച്ചീര, അങ്ങനെ ഒത്തിരി കൃഷികളുണ്ട് കേട്ടോ. അപ്പോൾ കൃഷി ചെയ്യുന്ന ഒരു ചേട്ടനും ചേച്ചിയും കൂടെയാണ്. അവരുടെ മക്കൾ പഠിക്കാനൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെയാണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത്. ഒത്തിരി കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ മോനെ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചല്ല, ആ ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞാണ് കേട്ടോ, മോനെ വീഡിയോ ഒക്കെ എടുത്തോ, എല്ലാവരും ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട ആ ചേട്ടൻ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത്. അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇവിടെ പച്ചക്കറി വാങ്ങാൻ വരുന്നവരൊക്കെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോകും, വീഡിയോസൊക്കെ എടുക്കുന്ന ചേട്ടൻ പറഞ്ഞു. അതുകൊണ്ടാണ് വീഡിയോ എടുത്തോളാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ ചേർത്തലയിലാണ് കേട്ടോ, ചേർത്തലയിൽ അരിപ്പറമ്പ് പുല്ലങ്ങളങ്ങനെ ഭാഗമാണ്. ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റും. അപ്പം ഞാൻ പച്ചക്കറിയൊക്കെ ഒന്ന് കാണിച്ചിട്ട്, അപ്പോൾ ഇതാണ് കേട്ടോ വാങ്ങിക്കൊണ്ടുവന്ന പച്ചക്കറി. പച്ചച്ചീരയാണ് കൂടുതലും വാങ്ങിയത്. പിന്നെ വാങ്ങിച്ചത് നമ്മുടെ വാഴച്ചുണ്ടുണ്ടായിരുന്നു, പിന്നെ പീച്ചിലി. അപ്പോൾ ഇതെല്ലാമാണ് വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ നമുക്കതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇലക്കറികളൊക്കെ നമ്മൾ കഴിക്കേണ്ടതല്ലേ. അപ്പോൾ നമുക്കിവിടെ അടുത്തെങ്ങും ഇങ്ങനെ ചീരകളൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടാണ് എപ്പോഴും വാങ്ങാറുള്ളത്. നമ്മൾ നേരത്തെ തൊട്ടേ വാങ്ങിക്കുന്നതാണ് അവിടെ പോയിട്ടേ. അപ്പോൾ അതേ നമുക്കൊരു പയറുമായിട്ട് ഇതൊരു തോരനുണ്ടാക്കാം. പിന്നെ ചീര തോരൻ വയ്ക്കണം. പിന്നെ പീച്ചിങ്ങ, അത് 2 വാങ്ങിച്ചുള്ളൂ. നമ്മൾ അടുത്ത് തന്നെ ഒന്നും കൂടെ പോകണുണ്ടേ. അപ്പോൾ ഞാൻ വിശദമായിട്ട് ഞാനും കൂടെ പോയിട്ട് നിങ്ങളെ നന്നായിട്ട് വീഡിയോ ഒക്കെ എടുത്തൊന്ന് കൊണ്ടുവന്ന് കാണിച്ചൊക്കെ തരാം കേട്ടോ. വിഷമടിക്കാത്ത നമ്മുടെ നാടൻ പച്ചക്കറികളല്ലേ. അപ്പോൾ അതേ വിത്തുകളും ചേട്ടൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ കൊണ്ടുപോയി ഇതെല്ലാം ഒന്ന് വയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിത്തിനങ്ങളൊക്കെ ഉണ്ട് അതിനകത്തെ. അപ്പോൾ അതിന് ചേട്ടായി വന്നിട്ട് വേണം അതൊക്കെ നമുക്കൊന്ന് വയ്ക്കാനായിട്ട്. പിന്നെ ചീര ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. പച്ചച്ചീര എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ പച്ചച്ചീര തോരൻ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. നല്ല ഇലകളായിരുന്നു, ഒരുപാട് പുഴുക്കുത്തുകളോ അങ്ങനെ ഒന്നുമില്ല, നല്ല ഇലയൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ചീര എല്ലാം ക്ലീനാക്കിയൊക്കെ എടുത്ത് തോരൻ ഉണ്ടാക്കിയാണ്. അപ്പോൾ ചീര തോരനും പിന്നെ നമുക്ക് വേറെ കറികളുണ്ട്. ഇന്നലത്തെ ബാലൻസ് കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഊണാകുമ്പോഴത്തേക്ക് അടുക്കളയിൽ ഒരു തിരക്കുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാനാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ മക്കൾ 2 പേരും കൂടെ വന്നതാണ്. ഇനിയിപ്പോൾ അതേ ചോറും കുടിവെള്ളം അങ്ങനെ അതെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചോറും കറികളൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഊണ് കഴിക്കാനൊക്കെ പോവുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നെപ്പോലെ പല വീട്ടമ്മമാർക്കും ഉള്ള പരാതിയാണല്ലേ. പലരുടെയും വീഡിയോസിൽ ഞാൻ കേൾക്കാറുണ്ട് പറയുന്നത്, വ്യൂസ് കിട്ടുന്നില്ല, കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നു എന്നൊക്കെ പറയാറുണ്ട്. ശരിയാണ്, എനിക്കും അതങ്ങനെ തോന്നാറുമുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തണം, നമ്മുടെ വീഡിയോസ് അവർ കണ്ടിഷ്ടപ്പെടണം, അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്കും ഒരു മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ റേഡിയോയിൽ വീട്ടമ്മയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും നമുക്ക് വരുമാനമോ മാർഗ്ഗങ്ങളോ ഒന്നും ഇല്ലല്ലോ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ. അത് നമ്മുടെ ഒരു സന്തോഷം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അല്ലേ, അതൊക്കെ നമ്മുടെ ഒരു സന്തോഷം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം റേഡിയോയിൽ ഞാനിങ്ങനെ ഗാനസല്ലാപം എന്നും പറഞ്ഞൊരു പരിപാടിയിൽ, ഒരു ഫോണിൽ ഇങ്ങനെ പാട്ട് ചോദിക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക്
ചോദിക്കുന്നത്, എന്ത് ചെയ്യുന്നു, ജോലി എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല സാറേ എനിക്ക് ജോലിയൊന്നുമില്ല, ഞാനൊരു വീട്ടമ്മയാണെന്ന് പറഞ്ഞപ്പം അവരത് വെറും നിസ്സാരമാക്കി പറഞ്ഞെങ്കിലും ആ സാറ് പറഞ്ഞ്, വീട്ടമ്മ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല, ഒരു വീടിനെ നയിച്ചുകൊണ്ട് പോവുകയെന്ന് പറഞ്ഞ് ചെറിയ കാര്യമാണ് എന്ന് ചോദിച്ചപ്പോൾ അവർക്കുണ്ടായൊരു സന്തോഷം, അതും ഒരു വലിയൊരു കാര്യമായിട്ട് അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സംതൃപ്തി അവരുടെ ആ ഒരു ചിരിയിൽ എനിക്ക് തോന്നി. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ വീട്ടമ്മയെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ചെറിയ കാര്യമല്ല. ഒരു വീട്ടിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്ക് വരുമാനമില്ല, ശരിയാണ്. അപ്പോൾ നമ്മൾ ആ വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വീട്ടമ്മമാർ ഇങ്ങനെ യൂട്യൂബിൽ ഒരു ചെറിയൊരു ചാനലൊക്കെ തുടങ്ങി. പക്ഷേ നമുക്ക് വ്യൂസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഒന്നും കിട്ടാനൊന്നുമില്ല. ഒരുപാട് പേരിലേക്ക് അത് എത്തിയാലേ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെപ്പോലുള്ള എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചീരത്തോരനും ഇന്നലത്തെ മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതേ മക്കൾ രണ്ടുപേരും കൂടെ അവർ പാർലറിലൊന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണേ. അപ്പം എനിക്കിപ്പോൾ പോകാനായിട്ട് പുറത്ത് തുണികളൊക്കെ കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, ഇപ്പോൾ ചെറിയ വെയിലൊക്കെ ഉണ്ട്, ഞാൻ വേറെ ദിവസം പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പോവുകയാണ്. അവർ പോയി കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെയും കുറേ ജോലികളൊക്കെ കൂടെ ഉണ്ടായിരുന്നേ. വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെ നോക്കിയാലും ജോലികളല്ലേ ഉള്ളല്ലേ, ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ജോലി ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തുണികളൊക്കെ ഉണങ്ങിയത് മടക്കിയൊക്കെ വെച്ച് പിന്നെ ചെടിക്ക് നനയ്ക്കാനുണ്ടായിരുന്നു. വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്ക് പൈപ്പിൽ വെള്ളം കുറവായിരിക്കും. രാവിലെ നല്ല പവർ ഉണ്ടാവും, പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പവർ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് നനച്ച് കൊടുക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും ഞാൻ ഉള്ള വെള്ളം വെച്ചിട്ടാണെങ്കിൽ ഒന്ന് നനച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെയിലുണ്ടായിരുന്നതുകൊണ്ടേ കുറച്ച് വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുത്തേ പറ്റുള്ളൂ. മഴയാണെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നമില്ല, നമുക്ക് നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ രാവിലെ സാധാരണ നനക്കുന്നത്, രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ നേരെ അടുക്കളയിലേക്ക് കയറിയത് കൊണ്ട് നനയ്ക്കാൻ പറ്റിയില്ലായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.